നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലാണ് നമ്മുടെ മുഴുവൻ പ്രതീക്ഷകളും. ഈ ലോകത്തും അടുത്ത ലോകത്തും വിജയത്തിന് വേണ്ടി നാം നോക്കിക്കാണുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. സർവ്വവിധ അനീതികളുടെയും അന്ധകാരത്തിൻ്റെയും വാഹകരായിരുന്ന മനുഷ്യ സമൂഹത്തിലേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിയുക്തരായത് എന്ന് നമുക്കറിയാം. നീതിയുടെയും സദാചാരത്തിൻ്റെയും സത്യത്തിൻ്റെയും വെള്ളിവെളിച്ചം അവരെ മനസ്സിലേക്ക് നൽകിയത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആഗമനത്തോടു കൂടെയാണ്. അവിടുത്തെ പ്രബോധനം കൊണ്ട് തന്നെയായിരുന്നു. വളരെയധികം മോശപ്പെട്ട സമൂഹത്തിൻ്റെ ആ അവസ്ഥ ഇന്നും ലോകത്ത് നിലനിൽക്കുകയായിരുന്നുവെങ്കിൽ എന്തായിരുന്നു നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്ന് ഓർക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ആഗമനം കൊണ്ട് നമുക്ക് ലഭിച്ച നേട്ടം നമുക്ക് ബോധ്യമാകും. നരകത്തിന്റെ വക്കിൽ നിങ്ങൾ നിൽക്കുകയായിരുന്നു, നബി തങ്ങളാ നിങ്ങൾ രക്ഷപ്പെടുത്തിയത് എന്ന് വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. വകുന്തും അലാ ശഫാ ഹുഫ്റത്തിൻ മിനൻ നാർ ഫഅൻഖദകും മിൻഹാ. നിങ്ങൾ നരകത്തിന്റെ വക്കിൽ നിൽക്കുകയായിരുന്നു. അള്ളാഹുവിന്റെ റസൂലാണ് ആ നരകാഗ്നിയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുത്തിയത്. ആലു ഇമ്രാൻ സൂറത്തിലെ 103-ാമത്തെ ആയത്ത്. ഈ ലോകത്ത് വെച്ച് നമുക്ക് വേണ്ടി പ്രവർത്തിച്ച പോലെ തന്നെ ഇനി അടുത്ത ലോകത്തും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലാണ് നാം പ്രതീക്ഷ വെക്കുന്നത്. ഒരുപാട് പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു ഘട്ടമാണല്ലോ പരലോക ജീവിതം. അതാണ് നാം ഏറ്റവും അധികം പേടിച്ചു കൊണ്ടിരിക്കുന്ന ലോകവും. ആ പ്രതിസന്ധി ഘട്ടത്തിലെല്ലാം നമ്മെ കൈപിടിക്കുവാൻ വേണ്ടി സഹായിക്കുവാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുമെന്ന പ്രതീക്ഷയോടുകൂടെയാണ് നാം കാത്തിരിക്കുന്നത്. ഈ സമുദായം മാത്രമല്ല, ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹായത്തോടുകൂടെ മാത്രമേ നാളെ പരലോകത്ത് രക്ഷപ്പെടുകയുള്ളൂ. മഹ്ശറിൽ ജനങ്ങളെയെല്ലാം അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടി അവർ അങ്ങേയറ്റത്തെ പ്രതിസന്ധിയോടുകൂടെ വിയർപ്പിൽ മുഴുകി കഷ്ടപ്പെട്ട് നിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ നിന്നൊരു മോചനം കിട്ടുവാൻ വേണ്ടി അവരെല്ലാവരും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന് മുമ്പിൽ ആ കാര്യം പറയുവാൻ വേണ്ടി പ്രവാചകന്മാരെ സമീപിച്ചു കൊണ്ടിരിക്കുന്നു. പൂർവകാല പ്രവാചകന്മാരെല്ലാം കൈയൊഴിയുകയാണ്. ഓരോരോ കാരണം പറഞ്ഞവർ കൈയൊഴിക്കുമ്പോൾ അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് ജനങ്ങൾ സമീപിക്കുക. അള്ളാഹിന്റെ റസൂൽ അനലഹ, ഞാൻ തന്നെയാണ് അതിന് അർഹതപ്പെട്ട ആളെന്ന് പറഞ്ഞ് ജനങ്ങൾക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യുകയും ആ പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന് അള്ളാഹു ജനങ്ങളെ മോചിപ്പിക്കുകയും ചെയ്യുന്നു. ഇനി അതിനുശേഷവുമുണ്ട് പ്രതിസന്ധികൾ നിറഞ്ഞ അനേകം ഘട്ടങ്ങൾ. സിറാത്ത് വിട്ട് കടക്കുന്ന സന്ദർഭം, മീസാൻ എന്ന തുലാസിലിട്ട് നമ്മുടെ കർമ്മങ്ങളെ തൂക്കിക്കൊണ്ടിരിക്കുന്ന സന്ദർഭം. ഈ ഘട്ടത്തിലെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹായത്തോടു കൂടെ അല്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുകയില്ല. നരകത്തിലേക്ക് കടന്ന ആളുകളെ നരകത്തിൽ നിന്ന് കരകയറ്റിയിട്ട് സ്വർഗത്തിലേക്ക് മാറ്റുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് കൊണ്ടായിരിക്കും. ഈ ഘട്ടത്തിലെല്ലാം നബി തങ്ങൾ നമ്മുടെ കൈ പിടിച്ച് രക്ഷപ്പെടുത്തണമെങ്കിൽ ഇവിടെ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഷ്ടക്കാരായിട്ട് മാറാൻ നമുക്ക് കഴിയണം. ആരാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സുന്നത്ത് നല്ലവണ്ണം മുറുകെ പിടിക്കുന്നത്, ആരാണോ നബി തങ്ങൾക്ക് നല്ലവണ്ണം സ്വലാത്ത് ചെല്ലുന്നത്, ഇവരൊക്കെയായിരിക്കും നബി തങ്ങളുടെ ശഫാഅത്തിന് ഏറെ അർഹതപ്പെട്ടവരെന്ന് നബി തങ്ങൾ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഔലന്നാസി ബി യൗമൽ ഖിയാമ അക്സറുഹും അലയ്യ സ്വലാം. ഞാനുമായി നാളെ പരലോകത്ത് ഏറ്റവും ബന്ധപ്പെട്ട ആളുകൾ എനിക്ക് നല്ലവണ്ണം സ്വലാത്തു ചെല്ലുന്നവരാണ് എന്ന് ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. മൻ സ്വല്ലാ അലാ മുഹമ്മദിൻ വഖാല അല്ലാഹുമ്മ അൻസിൽഹുൽ മഖ്അദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ വജബത് ലഹു ശഫാഅത്തി. മുഹമ്മദിന്റെ മേൽ ആരെങ്കിലും സ്വലാത്ത് ചെല്ലുകയും അതിനുശേഷം അല്ലാഹുമ്മ അൻസിൽഹുൽ മഖ്അദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ, നാളെ പരലോകത്ത് അല്ലാഹുവേ നിന്റെ അടുത്തുള്ള ഏറ്റവും അടുത്ത ഉന്നതമായ സ്ഥാനത്തിൽ നബി തങ്ങളെ നീ ഇരുത്തണം എന്ന് ആരെങ്കിലും നബി തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്താൽ വജബത് ലഹു ശഫാഅത്തി, എൻ്റെ ശഫാഅത്ത് അവർക്ക് അർഹതപ്പെട്ടു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. ഇമാം അഹ്മദ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ആരെങ്കിലും ബാങ്കും ഇഖാമത്തും കഴിഞ്ഞ ശേഷം അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദനിൽ വസീലത വൽ ഫളീല വബ്അത്ഹു മഖാമൻ മഹ്മൂദൻ അല്ലദീ വഅത്ത. ബാങ്കും ഇഖാമത്തും കഴിഞ്ഞ ശേഷം അള്ളാഹുവിന്റെ പ്രവാചകർക്ക് വസീല ഫളീല എന്ന സ്ഥാനത്തെ നീ നൽകണേ,
മഖാമും മഹ്മൂദ് എന്ന സർവ്വജനങ്ങളും പ്രശംസിക്കുന്ന ആ ഷഫാഅത്തിന്റെ മേഖലയിലേക്ക് നബി തങ്ങളെ നീ എത്തിക്കണം എന്ന് ആരെങ്കിലും നബി തങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്താൽ ഹല്ലത്ത് ലഹു ഷഫാഅത്തി യൗമൽ ഖിയാമ, എൻ്റെ ഷഫാഅത്ത് നാളെ പരലോകത്ത് അത്തരക്കാർക്ക് ഇറങ്ങും, അവർക്ക് ലഭിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ആ പദവികൾ നബി തങ്ങൾക്ക് കിട്ടുവാൻ വേണ്ടി നമ്മൾ ദുആ ചെയ്താൽ നമുക്ക് നബി തങ്ങൾ ഷഫാഅത്ത് കിട്ടുമെന്ന് പറയുമ്പോൾ, അതേപോലെ നബി തങ്ങൾക്ക് സ്വലാത്ത് വർദ്ധിപ്പിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഷഫാഅത്ത് ലഭിക്കുമെന്ന് പറയുമ്പോൾ നാം അത് കിട്ടുവാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കേണ്ടവരാണ്. ധാരാളമായി നമുക്ക് സ്വലാത്ത് ചെല്ലാം, നബി തങ്ങളെ സുന്നത്തിനെ പരമാവധി മുറുകെ പിടിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ലോകത്തും അടുത്ത ലോകത്തും നബി തങ്ങൾ സഹായം അല്ലാഹു നമുക്ക് നൽകുകയും ചെയ്യട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.